നമ്മളിവിടെ പഗാർ ബുക്കിന്റെ ഇവിടുത്തെ സ്റ്റേറ്റഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പഗാർ ബുക്കിന്റെ ഒരു ഡെമോ ആണ്. ഒരു ജിയോ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മൊഡ്യൂളിന്റെ ഒരു ഡെമോയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതായിരിക്കും ഇതിന്റെ ഒരു ഇന്റർഫേസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, അതിൽ എത്ര പേര് ഇന്നത്തെ ദിവസം പഞ്ച് ചെയ്തിട്ടുണ്ട്, എത്ര പേര് പഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ അവരുടെ ടോട്ടൽ ടാസ്കുകൾ ഇന്നത്തെ ദിവസത്തേക്കുള്ള അവരുടെ ടോട്ടൽ ടാസ്കുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ എത്രണ്ണം സ്റ്റാർട്ട് ചെയ്യാത്ത ടാസ്കുകളുണ്ട്, എത്രണ്ണം ഡിലേഡ് ഉണ്ട്, ഇപ്പോൾ ഓൺ ഗോയിങ് പ്രോസസ്സുകൾ എത്രണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഓൺ ഗോയിങ് മീറ്റിംഗ്സ് എത്രണ്ണം ഉണ്ട്, അതുപോലെ കംപ്ലീറ്റ് ടാസ്കുകൾ എത്രണ്ണം ഉണ്ട്, പിന്നെ കസ്റ്റമറിന് സർവീസ് ചെയ്തേക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ അതുപോലെ കിലോമീറ്റർ, എത്ര കിലോമീറ്റർ ആണ് അവർ റൺ ചെയ്തേക്കുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത്. അത് ഓരോ ഡേറ്റ് വൈസ് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ബിസിനസ് ഓവർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ ട്രാക്കിംഗ് കൊണ്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ ഇത്രയും മൊഡ്യൂൾസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഓർഡർ മാനേജ്മെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടാസ്ക് ക്രിയേഷൻ, ടാസ്ക് അസൈനിങ്, പിന്നെ CRMത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതായിരിക്കും നമ്മുടെ ആക്ച്വലി ഇന്റർഫേസ് വരുമ്പോൾ. നിങ്ങളുടെ എംപ്ലോയീസ് പല ലൊക്കേഷൻസിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ആരെ വേണമെങ്കിലും നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഈ രീതിയിലായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്ന ഒരാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളെ നമ്മൾ എടുക്കുക, അവരുടെ പ്രൊഫൈലിലേക്ക് പോവുക. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ അവരുടെ ഇന്നത്തെ ദിവസം ട്രാവൽ ചെയ്തേക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് കാര്യങ്ങൾ നമുക്കിതിൽ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ആൾ പഞ്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 10:03-നാണ്. 10:03 സ്റ്റാർട്ട് ചെയ്ത NH പാലയം ഇന്നൊരു ലൊക്കേഷനിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് ആൾ 0.33 മീറ്റേഴ്സ് ആൾ ട്രാവൽ ചെയ്തു, 330 മീറ്റർ ട്രാവൽ ചെയ്തു. അതിനുശേഷം ആൾ വീണ്ടും അടുത്ത സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആളൊരു 3 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലൊക്കേഷനിൽ ആൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ട്രാക്കിങ്ങിന്റെ കാര്യങ്ങൾ എടുത്തു നോക്കാം. അത് നിങ്ങൾക്ക് ജോഗ്രഫിക്കലി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ജോഗ്രഫിക്കലി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പറ്റും. കാരണം ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ തന്നെ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടോട്ടൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ എത്ര കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്തേക്കണേ, എത്ര ടൈമാണ് അതിനെടുത്തേക്കണത്, അതുപോലെ എത്ര ടൈം ഇൻ മോഷൻ, എത്ര ടൈം ഇൻ റെസ്റ്റ്. ഇത് ബേസിക്കലി വേറെ ഒന്നുമല്ല, ഇത് അവരുടെ ഗൈറോസ്കോപ്പ്, ഫോണിന്റെ ഗൈറോസ്കോപ്പ് വെച്ചിട്ടാണ് ഈ ഒരു മോഷൻ അതുപോലെ തന്നെ അവരുടെ റെസ്റ്റ് കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്യുന്നത്. അതുകൂടാതെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അവരുടെ ബാറ്ററി പെർസെൻറ്റേജ് കാര്യങ്ങൾ കാണാൻ പറ്റും, എത്ര കിലോമീറ്റർ അവരൊരു പിന്നെ ആൾ 22 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അല്ലെങ്കിൽ മോഷനിൽ എത്ര ടൈം ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും. പിന്നെ അതിന്റെ ടൈം ലൈൻ റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് ഇതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ ഈ ഒരു ടൈം ലൈൻ, അതായത് ഇപ്പൊ ഇന്ന സ്റ്റാഫ് എന്ന് പോയേക്കുന്ന ടൈം ലൈൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ടൈം ലൈൻ ആക്സസ് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്സസ് വേണമെങ്കിൽ കുറച്ച് പേർക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അത് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ചിലർക്ക്, കാരണം അത് അവർക്ക് തന്നെ അറിയാൻ പറ്റും. അവരിപ്പോൾ ലെറ്റ്സ് അവരുടെ ആപ്ലിക്കേഷനിൽ അവർക്ക് നോക്കുമ്പോൾ 50 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അത് 60 അല്ലെങ്കിൽ 70 കിലോമീറ്ററോ ക്ലെയിമോ കാര്യങ്ങളോ ഇടാനായിട്ട് പോകില്ല. കാരണം എക്സ്പെൻസ് ക്ലെയിമിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ ആ രീതിയിലായിരിക്കും അവർക്ക് ട്രാൻസ്പെറൻസി കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റിൽ നമ്മൾ പറയുന്നത് കസ്റ്റമറിനെ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ക്ലയന്റ് മീറ്റിങ്ങിന് പോവുകയാണ് അവരെന്നുണ്ടെങ്കിൽ അവർ അവിടെ ചെന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ ആഡ് ചെയ്യുക. അത് അവർ ഫോണിൽ നിന്ന് തന്നെയായിരിക്കും അവർ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ വരുമ്പോൾ ബൾക്കായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ അവർ ആഡ് ചെയ്തിട്ടേക്കണ ആഡഡ് ബൈ ഓരോരുത്തർ ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പുൾ ഔട്ട് ചെയ്തെടുക്കാം, അതിന്റെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ. അപ്പൊ അത് കസ്റ്റമറിനെ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് വെച്ച് ആഡ് ചെയ്യണമെന്ന് നമ്മൾ ഇവിടെ ബാക്ക് എൻഡിൽ നിന്ന് കസ്റ്റം ചെയ്ത് കൊടുക്കും. അതിപ്പോൾ ഡ്രോപ്പ് ഡൗൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമേജ് ഫയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്സ്റ്റ്, ഡോക്യുമെന്റ്, ഫോൺ നമ്പർ, മെയിൽ ID, ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് തന്നെ ഇതിൽ കസ്റ്റം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റും. മാൻഡേറ്ററി ആണെങ്കിൽ നമുക്ക് മാൻഡേറ്ററി കൊടുക്കാം. അതിൽ തന്നെ ഡ്രോപ്പ് ഡൗൺ വേണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ കൊടുക്കാം. അപ്പോൾ 100% കൺഫേം കേസ് ആണോ അല്ലെങ്കിൽ ഫോളോ അപ്പ് കേസ് ആണോ, ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമേജ് ആണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ലെറ്റ്സ് ഗാലറിയിൽ നിന്ന് അറ്റാച്ച് ചെയ്യണ്ട, ലൈവ് ഫോട്ടോ മാത്രം മതിയെങ്കിൽ ആ രീതിയിലൊക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ലൈവ് ഫോട്ടോസ് മാത്രമായിരിക്കും അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ കസ്റ്റമറുടെ ലിസ്റ്റ് ബൾക്കായിട്ട് വേണമെങ്കിൽ എറണാകുളം നോക്കുന്നവർ നിങ്ങൾക്കൊരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിന് ലീഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ആൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആളുകളിലേക്ക് മാത്രം അത് അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്, കസ്റ്റമറിന്റെ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഓരോ ദിവസം ആഡ് ചെയ്തേക്കണത് വെച്ചിട്ട് എത്ര കസ്റ്റമറിനെ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കസ്റ്റമർ സെർവ് ചെയ്ത് ബേസ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട്സ്, ഇന്ന കസ്റ്റമറാണ് ഏറ്റവും കൂടുതൽ സർവീസ് കാര്യങ്ങൾ കിട്ടിയേക്കുന്നത്, അത് ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങൾ
നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫുൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അവരുടെ ടാസ്ക്, ഒരു ടാസ്കിന് അവരുടെ ഡ്യൂറേഷനാണ്. അവർ എത്ര പ്രാവശ്യം അവർ ആവറേജ് ടാസ്ക് അവരുടെ അടുത്ത് പോയിട്ടുണ്ട്, അതുപോലെ എത്ര ഡ്യൂറേഷൻ അവർ എടുത്തിട്ടുണ്ട്, അതുപോലെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ റെസ്പോൺസ് ഫോം എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെയായിരിക്കും ഈ ഒരു കസ്റ്റമർ സർവീസ് ഈ ഒരു സമ്മറിയിൽ നമുക്ക് കിട്ടുന്നത്. ഫുൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഫുൾ ഔട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന ടാസ്ക്കാണ്. വൺസ് കസ്റ്റമറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് രീതിയിൽ നമുക്ക് ടാസ്കിനെ മാനേജ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ നമുക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം സ്റ്റാഫിന്. ഒരു ടാസ്ക് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടേക്കണായിരിക്കും. അപ്പോൾ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഓട്ടോമാറ്റിക് ലൊക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അത് അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നോടെ റീമാപ്പ് ലൊക്കേഷൻ ഒന്നോടെ റിവൈസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവിടെ ഫീൽഡിൽ നിന്ന് തന്നെ റിവൈസ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഫെൻസിങ് കാര്യങ്ങൾ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു ആൾക്ക് നമ്മൾ ഈ ഒരു മീറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ 50 മീറ്റർ റേഡിയസ് നമുക്ക് ഏത് ടൈമിലാണോ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 10 to 10:30 ആണ് ഈ പറഞ്ഞ സ്റ്റാഫിൻ്റെ മീറ്റിംഗിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്താണ് ഫീൽഡ് വേണമെങ്കിൽ ഫീൽഡ് കൊടുക്കാം. ഫെൻസിങ് വേണമെങ്കിൽ ഇപ്പം ഫെൻസിങ് ഇടുമ്പോൾ ഈ ഒരു ലൊക്കാലിറ്റിയിൽ വന്നതിന് ശേഷം മാത്രമാണ് ആൾക്ക് സ്റ്റാർട്ട് ടാസ്കും എൻഡ് ടാസ്കും കൊടുക്കാൻ പറ്റുള്ളൂ. OTP വെരിഫിക്കേഷൻ വേറെ ഒന്നുമില്ല. അവരവിടെ ചെന്നു എന്ന് നമുക്ക് വെരിഫൈ ചെയ്യുന്ന രണ്ട് മെത്തേഡാണ്. ഒന്ന് ജിയോ ഫെൻസിങ് ഉണ്ട്, OTP വെരിഫിക്കേഷൻ ഉണ്ട്. ജിയോ ഫെൻസിങ് എന്ന് പറയുമ്പോൾ അവരവിടെ ചെന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ സിസ്റ്റം അവർ ഫോണിൽ നിന്ന് കാണിക്കുമ്പോൾ നാവിഗേഷൻ ആയിരിക്കും കാണിക്കും. ഇപ്പോൾ OTP കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് ടാസ്ക് അടിക്കുമ്പോൾ ഈ നമ്മളിവിടെ കൊടുത്തേക്കുന്ന കസ്റ്റമറിന്റെ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലേക്ക് ഒരു OTP ചെല്ലും. ആ OTP അടിച്ചാൽ മാത്രമാണ് അവർക്ക് എൻഡ് ടാസ്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ഇതിപ്പോൾ ഡിലേഡ് കാണിക്കുന്നത് 10 to 10:30 ആണ്. ഇപ്പോൾ ടൈം 12:30 അതുകൊണ്ടാണ് ഡിലേഡ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അത് 8 to ടാസ്ക് കാണിക്കും. ടാസ്ക് ലിസ്റ്റ് നോക്കി ഇന്നത്തെ ദിവസം ഏതൊക്കെ കേസുകളാണ് ഇന്നത്തേക്ക് 8 to സ്റ്റാർട്ട്, അതുപോലെ ഇന്ന് ഏതൊക്കെയാണ് മീറ്റിംഗ് ആണ് ഡൺ ആയേക്കണേ, അതുപോലെ ഡിലേഡ് ആയേക്കണേ ഏതൊക്കെ കേസുകളാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഓവറോൾ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഓൺഗോയിങ് ഉണ്ടെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഏതെങ്കിലും മീറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ടാസ്ക് സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അപ്പോൾ സ്റ്റാഫുകൾ ഇപ്പോൾ ഇതിൽ ടാസ്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതുകൂടാതെ സ്റ്റാഫിന് തന്നെ ഡയറക്റ്റ് ഇപ്പോൾ ലെറ്റ്സ് ഒരു ഡയറക്റ്റ് ഒരു ക്വറി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ നെക്സ്റ്റ് മൺഡേയിലേക്ക് ഇന്ന ടൈമിലേക്ക് നമ്മളൊന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞൊരു ക്ലയൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അവരുടെ സിസ്റ്റത്തിൽ നിന്ന് സ്കെഡ്യൂൾ ചെയ്യാൻ മീറ്റിംഗ്. അപ്പോൾ അത് സ്കെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മുടെ അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് അവരുടെ ടൈമിംഗ്. അപ്പോൾ ടൈമിംഗ് ക്ലാഷ് ഇപ്പോൾ നിങ്ങളായിട്ട് മീറ്റിംഗ് അസൈൻ ചെയ്തിട്ടുള്ള ടൈമിംഗ് ക്ലാഷോ കാര്യങ്ങളോ ഇതിൻ്റെ ഉള്ളിൽ വരില്ല. അതിപ്പോൾ ടെലികോളിംഗ് ടീം നിങ്ങൾക്ക് വിളിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള മീറ്റിംഗ് ആണെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ടാസ്കിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ അതിൻ്റെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെയാണ്, അതായത് ടാസ്ക് റിപ്പോർട്ട്, ഫോം റിപ്പോർട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ഫുൾ ഔട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഫുൾ ഔട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡേറ്റ എടുത്ത് കഴിയുമ്പോൾ ടോട്ടൽ അവർ നടത്തിയേക്കുന്ന ടോട്ടൽ ടാസ്കിൻ്റെ റിപ്പോർട്ടായിരിക്കും. ഇത് കൗണ്ട് ഓഫ് ടാസ്ക് ആണ് ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ടാസ്ക്കാണ് നിങ്ങളുടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരും. ഇപ്പോൾ ലെറ്റ്സ് ലാസ്റ്റ് മന്ത് ഫസ്റ്റ് തൊട്ട് ഈ മന്ത് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മന്തിൽ അവർ ചെയ്തേക്കുന്ന എല്ലാ ടാസ്കുകളും വിത്ത് ആ ടാസ്കിൻ്റെ ഏത് ക്ലൈൻ്റ് ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസും കൂടെ അതിൽ എടുത്തു വരുവാണ് ചെയ്യുന്നത്. അവർ അറ്റൻഡ് ചെയ്ത ടോട്ടൽ ടാസ്കിൻ്റെ കാര്യങ്ങൾ എടുത്തു വരുവാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ നിങ്ങൾ ചെയ്യുന്ന റെസ്പോൺസ് ഫോം എന്ന് പറഞ്ഞൊരു കാര്യം അവർ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ടാസ്ക് എൻഡ് ടാസ്ക് അവർ സൈഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ റെസ്പോൺസ് ഫോം ആണ് അവർ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അതായത് എന്താണ് എൻ്റെ ഫീഡ്ബാക്ക്, അതായത് നല്ല പ്രോസ്പെക്റ്റ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫോമിൻ്റെ റിപ്പോർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ എത്ര എമൗണ്ടിൻ്റെ പ്രോസ്പെക്റ്റ് ഇതിൽ ജനറേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റം ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കസ്റ്റം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽ ആണോ വേണ്ടത്, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെക്റ്റഡ് എത്രയാണ്, ഈ രീതിയിൽ നമുക്ക് ഇവിടെയെല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് ഒരു ഡെമോ പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇമേജസ് ഉണ്ടെങ്കിൽ ഇമേജസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. അതാണ് ടാസ്കിൻ്റെ ഒരു ഓവർവ്യൂ വരുമ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. ടോട്ടൽ ടാസ്കുകൾ പെർ ഡേ എത്രണ്ണം തീർത്തിട്ടുണ്ട്, അതിൽ ഓരോ ദിവസത്തെയാണ് കാണിച്ചത്. ടോട്ടൽ ടാസ്ക് ഇത്ര ഉണ്ടായിരുന്നു, 20 ടാസ്ക് ഡൺ ആയിട്ടുണ്ട്. ഇന്നത്തെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലത്തെ നോക്കുമ്പോൾ 14 ടാസ്ക് ഉണ്ട്, 2 ഡിലേ ആയിട്ടുണ്ട്, റീഷെഡ്യൂൾ ചെയ്തേക്കുന്ന എത്രയാണ്, ഈ ഒരു സമ്മപ്പ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണമെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കാനും നമുക്ക് ഇതിൽ പോസിബിളാണ്. ഇതായിരിക്കും ടാസ്ക് കംപ്ലീറ്റഡ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഫോംസ് കാര്യങ്ങളൊക്കെയാണ്. ഫോംസിൻ്റെ കാര്യങ്ങൾ നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാം, ടെംപ്ലേറ്റ് കസ്റ്റം ചെയ്ത് കൊടുക്കാം, എങ്ങനെയൊക്കെയാണ് വേണ്ടത്,
അതിൻ്റെ റിപ്പോർട്ട് ജനറേഷൻ, അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്ന ഓർഡർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതിൽ വേറെ ഒന്നുമല്ല, ഇതിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ എത്ര എമൗണ്ടിന്റെ ഓർഡേഴ്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നതെന്നായിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും ഇവിടെ കാണുന്നത്. അതിൽ എത്ര ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ടോപ്പ് സെല്ലിംഗ് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ വാല്യുബിൾ കസ്റ്റമേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പ് പെർഫോമേഴ്സ് ആരൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഓർഡർ ലിസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ പുതിയ ഓർഡർ ഉണ്ടെങ്കിൽ പുതിയ ഓർഡർ കാര്യങ്ങളെല്ലാം വെച്ച് കസ്റ്റം ഫീൽഡുകൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ എമൗണ്ട് വാല്യൂ വെച്ചിട്ട് നമുക്ക് ഓൾറെഡി ബാക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കാര്യങ്ങൾ ഇതിൽ എടുത്തു വരുവാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻവോയ്സ് ജനറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇത് സേവ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഏത് സ്റ്റാഫാണെന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചെയ്ത് വിടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ടാസ്ക് ക്രിയേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത് ഇത്ര രൂപ പെൻഡിങ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പേയ്മെന്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ പാർഷ്യൽ പേയ്മെന്റ് ആണെങ്കിൽ പാർഷ്യൽ പേയ്മെന്റ് ചെയ്യാം. പിന്നെ ഇതിൽ നിന്ന് തന്നെ പേയ്മെന്റ് കാര്യങ്ങൾ പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ പേയ്മെന്റ് ലിങ്ക് ആയിട്ടാണോ എങ്ങനെയാണോ കൊടുത്തത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൊടുക്കാം. അതിന്റെ അറ്റാച്ച്മെന്റ്സ് ഇതിൽ കൊടുക്കാം. എന്നിട്ട് നമുക്ക് സേവ് ചെയ്ത് വിടാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു എമൗണ്ട് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് പാർഷ്യലി പെയ്ഡ് ആയിട്ട് കാണിക്കും. അതിന്റെ ഇൻവോയ്സ് വേണമെങ്കിൽ ഇൻവോയ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇൻവോയ്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓട്ടോ അപ്രൂവ് ചെയ്യണമെങ്കിൽ ഓട്ടോ അപ്രൂവ് ചെയ്യാം അവർ കൊടുക്കുന്ന ഓർഡറിന്റെ. പിന്നെ ഓർഡർ സ്റ്റാറ്റസ് കാര്യങ്ങൾ അതെല്ലാം നിങ്ങൾക്ക് ഹൈറാർക്കി അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് ആ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഓർഡർ ഇതാണ് റെസിപ്റ്റ് ബിൽഡർ. റെസിപ്റ്റ് ബിൽഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കമ്പനിയുടെ പേര് ലോഗോ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് എങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അവർക്ക് മോഡിഫൈ ചെയ്യാൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഡക്ട്സ് കാര്യങ്ങൾ ആഡ് ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും. പിന്നെ കസ്റ്റം ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. ഓർഡർ ബേസ്ഡ് ആയിക്കോട്ടെ, SKU ബേസ്ഡ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത്. ടോട്ടൽ ഓർഡർ ലിസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ഈ ഒരു ടോട്ടൽ സമപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഇതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൽ പുതിയ SKUs ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലോ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ബൾക്കായിട്ടാണെങ്കിൽ സിംഗിൾ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കൊടുക്കുക, ഡിസ്കൗണ്ട് കാര്യങ്ങൾ, ടാക്സ് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുക. ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബേസിക്കലി ഈ ഒരു ജിയോ ട്രാക്കിംഗ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഔട്ടേജിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാഫ് ലെറ്റ്സ് ലൊക്കേഷൻ ഓഫ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ലെറ്റ്സ് ആലുവ ടു എറണാകുളം ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾ ലൊക്കേഷൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് ആൾ ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ആൾ ഔട്ടേജിൽ കാണിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ആൾ എത്ര ദൂരം ട്രാവൽ ചെയ്തു നമുക്കിതിൽ ട്രാക്ക് ഡിസ്റ്റൻസും കാണിക്കും, ഔട്ടേജ് ഡിസ്റ്റൻസും കാണിക്കും. അത് വേറൊരു സോഫ്റ്റ്വെയറിൽ നമ്മളിത് ചെയ്തിട്ടില്ല. അത് ഗൂഗിൾ മാപ്പ് തന്നെയാണ് ഇതിന്റെ ലൈസൻസിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കേരളയിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടീം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടീം ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഇതിന്റെ സ്റ്റാഫ് ഇന്റർഫേസ് വരുന്നുണ്ട്. അതിലാണ് ബാക്കിത്തെ കാര്യങ്ങൾ, ക്ലെയിം, റീംബേഴ്സ്മെന്റ്, അങ്ങനത്തെ മൊഡ്യൂൾസ് എല്ലാം തന്നെ വരുന്നത്. റീംബേഴ്സ്മെന്റ് മൊഡ്യൂൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ രീതിയിലാണ് വേണ്ടത്. ഇപ്പൊ ബൈക്ക് ആണെങ്കിൽ നിങ്ങൾ പറയും ഇപ്പൊ 3 rupees വെച്ചിട്ടാണ്, കാറാണെങ്കിൽ ചിലപ്പോൾ 7 rupees അല്ലെങ്കിൽ 8 rupees ആണ്. ലിമിറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ പുതിയ എക്സ്പെൻസുകൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അവർക്ക് ഏതൊക്കെ ഫുഡ് എക്സ്പെൻസുകളാണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അത് കസ്റ്റം ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന തന്നെ ആൾക്കാരാണ് അതിന്റെ ക്ലെയിം നോക്കുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ അതിന്റെ ക്ലെയിം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫുഡിന് മാത്രം ക്ലെയിം ഉള്ളവർക്ക് ഫുഡിന് മാത്രം കൊടുക്കുക. നേരെ മറിച്ച് ട്രാവലിന് മാത്രം ഉള്ളവർക്ക് അങ്ങനെ കൊടുക്കുക. ഇത് രണ്ടും ഉള്ളവർക്ക് ഇത് രണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മളിതിൽ ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അസൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ ഇതെല്ലാം നമുക്ക് ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അറ്റാച്ച്മെന്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതാണ് വരുന്നത്. പിന്നെ നമ്മൾ HRMS കംപ്ലീറ്റ് കാര്യം മൊഡ്യൂൾസ് നമ്മുടെ കയ്യിൽ വരുന്നതാണ്. ഇൻസ്റ്റന്റ് പേയ്മെന്റ് ഓപ്ഷൻ, വാളറ്റ്, ഇതെല്ലാം നമ്മൾ ഇതിൽ തന്നെ കൊടുക്കുന്ന ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്വറീസ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ താഴെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഓഫീസ് വരുന്നത് ഇവിടെ പാലാരിവട്ടം ന്യൂ കോളനി റോഡാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.